ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാവതിയും ശരത്തും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ പ്രഭാവതി പറയുകയാണ്, പ്രിയോട് നീ ഇങ്ങനെ ദേഷ്യപ്പെടുകയും മോശമായി പറയുകയും ഒന്നും ചെയ്യരുത്. കാരണം പ്രിയയെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നിത്യമായിട്ടാണ് അവർ പ്രിയയെ കാണുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരും. പാർവതിയുടെയും മുത്തശ്ശിയുടെയും സ്വഭാവം എപ്പോഴാണ് മാറുക എന്ന് പറയാൻ കഴിയില്ല. പിന്നെ എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട്. പ്രിയ പറഞ്ഞതുപോലെ റൂബി നീ തന്നെയല്ലേ വിഷം കൊടുത്ത് കൊന്നത്? അത് കേട്ടപ്പോൾ ശരത്ത് പറയണേ, സ്വന്തം അമ്മയ്ക്ക് പോലും എന്നെ വിശ്വാസമില്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാവുക? അമ്മ പറഞ്ഞതുപോലെ പ്രിയയെ ഒന്ന് സൂക്ഷിക്കണം, അവൾ അപകടകാരി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത നയമെടുക്കാൻ പോവുകയാണ്. അവളോട് ഇനി ദേഷ്യപ്പെടാനോ ഒന്നിനും ഞാൻ പോവില്ല. അവളെ ഞാൻ ഇനി പ്രിയയെ ആ നിത്യമായിട്ടാണ് ഇനി കാണാൻ പോകുന്നത്. എന്നിട്ട് അവളെ ഞാൻ എൻ്റെ വരുതിയിൽ വരുത്തും. എന്നിട്ട് അവളെ വെച്ച് ഞാനൊരു കളി കളിക്കും. അപ്പോൾ പ്രഭാവതി പറയണേ, എൻ്റെ പൊന്നു മോനെ, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിന്നെ ഇനിയും ജീവനോടെ കാണണം എന്നുള്ളത് കൊണ്ട്, ആ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നീ മറ്റുള്ളവരോട് കളിക്കുന്നത് പോലെയല്ല. അവളോട് കളിക്കുമ്പോൾ നീ സൂക്ഷിക്കണം. അവൾ നിന്റെ അന്തകയാവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് കേട്ടതോടുകൂടി ശരത്ത് പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവാണ്. അവളെ നീ വിട്ട് കളഞ്ഞേക്ക്. അപ്പോൾ ശരത്ത് പറഞ്ഞു, ഇല്ല അമ്മേ, പേടിച്ചോടാൻ ഈ ശരത്തിനെ കിട്ടില്ല. ഞാൻ എന്താണ് ഇനി കാണിക്കാൻ പോകുന്നത് എന്ന് അമ്മ കാത്തിരുന്ന് കണ്ടോ എന്നും പറഞ്ഞ് ശരത്ത് അകത്ത് പോവാണ്. അപ്പോൾ പ്രഭാവതി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവനെ അനുഭവിക്കാനുള്ളത് ഇവൻ അനുഭവിച്ചോട്ടെ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നീട് ശ്രുതിമോളെയും കൂട്ടി അക്ഷര വിഷുവായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കടയിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ ശ്രുതിമോൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത ശേഷം അവർ പോവാൻ ഒരുങ്ങുമ്പോഴാണ് ശ്രുതിമോൾ മറ്റൊരു ഡ്രസ്സ് കാണുകയാണ്. അത് ശ്രുതിമോൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ അത് നോക്കി നിൽക്കുന്ന സമയത്താണ് അക്ഷര വരുന്നത്. എന്നാൽ വാ പോവാം മോളെ എന്ന് പറയുമ്പോൾ, അമ്മേ, എനിക്ക് ഈ ഡ്രസ്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇതുകൂടി എനിക്ക് വേണം. അത് വേണ്ട, നിനക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഇനി ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആ ഡ്രസ്സ് അവിടെ ഇട്ടിട്ട് പോവാണ്. അപ്പോൾ ശ്രുതിമോൾക്കാണെങ്കിലും ആ ഡ്രസ്സിനോട് വല്ലാത്തൊരു അടുപ്പം തോന്നുകയാണ്. അപ്പോൾ വിഷമത്തോടു കൂടിയാണ് അക്ഷരയോടൊപ്പം ശ്രുതിമോൾ പോകുന്നത്. അപ്പോൾ ശ്രുതിമോളും അക്ഷരയും പോകുന്നത്. വിശാൽ ഇതെല്ലാം കാണുന്നുണ്ട്. വിശാലും ആ ഷോപ്പിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ശ്രുതിമോൾ ആ ഡ്രസ്സ് എടുത്ത് നോക്കുന്നതും പിന്നീട് അക്ഷര ആ ഡ്രസ്സ് എടുക്കണ്ട എന്ന് പറഞ്ഞ് ശ്രുതിമോളെ കൂട്ടി പോകുന്നതും പിന്നീട് ശ്രുതിമോൾ വിഷമിച്ച് നിൽക്കുന്നതൊക്കെ വിശാൽ കാണുന്നുണ്ട്. അങ്ങനെ വിശാൽ ആ ഡ്രസ്സ് എടുക്കുകയാണ് ശ്രുതിമോൾക്ക് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് വിശാൽ നിരഞ്ജനെ വിളിക്കുകയാണ്. എന്നിട്ട് നിരഞ്ജനോട് സംസാരിക്കുകയാണ്. ഇതെന്താ കയ്യിലെന്താ ഒരു പൊതിയൊക്കെ ഉണ്ടല്ലോ എന്ന് നിരഞ്ജൻ പറയുമ്പോൾ, ഇത് ഞാനൊരു കൂട്ട് ഡ്രസ്സ് എടുത്തതാണ്, ഇത് ശ്രുതിമോൾക്ക് കൊടുക്കണം, ഇത് ശ്രുതിമോൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും എന്ന് പറയട്ടോ. അതിനെന്താ, ഞാൻ കൊടുത്തോളാം ശ്രുതിമോൾക്ക്, അല്ലെങ്കിൽ വിശാൽ തന്നെ വീട്ടിലേക്ക് വന്നോളൂ. അപ്പോൾ അല്ല, ഞാൻ അവിടേക്ക് വന്നാൽ അങ്കിളിന് അത് ഇഷ്ടപ്പെടില്ല, വെറുതെ എന്തിനാണ് വിഷുവായിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഇത് നിരഞ്ജൻ സാറ് തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിരഞ്ജൻ പറയണ, ഞാൻ ശ്രുതിമോളെയും കൂട്ടി അക്ഷരയെയും കൂട്ടി അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ വിശാൽ പറയണ, എങ്കിൽ ഞാനും ആ അമ്പലത്തിലേക്കൊന്ന് വന്നോട്ടെ, എനിക്ക് ശ്രുതിമോളെ ഒന്ന് കാണാനാണ്. അതിനെന്താ, വിശാൽ തന്ന ഈ ഡ്രസ്സ് ഉടുപ്പിച്ച് ഞാൻ ശ്രുതിമോളെ അവിടേക്ക് കൊണ്ടുവരും. അതൊന്നും വേണമെന്നില്ല, കാരണം അക്ഷരയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതൊക്കെ എനിക്ക് വിട്ടേക്ക് എന്ന് പറഞ്ഞ് നിരഞ്ജൻ അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് എത്താണ്. അപ്പോൾ വിശാൽ ആദ്യമേ അമ്പലത്തിലെത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ശ്രുതിമോൾ വരുന്നതും നിരഞ്ജൻ വരുന്നതും അക്ഷര വരുന്നതൊക്കെ വിശാൽ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിരഞ്ജൻ പറഞ്ഞതുപോലെ തന്നെ വിശാൽ കൊടുത്ത ശ്രുതിമോൾക്ക് ഇഷ്ടപ്പെട്ട ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ശ്രുതിമോൾ അമ്പലത്തിലേക്ക് വരുന്നത്. അത് കണ്ടപ്പോൾ വിശാലിന് ഒരുപാട് സന്തോഷമാവണം. വിശാൽ നിരഞ്ജനുമായിട്ട് സംസാരിച്ച ആ സമയത്ത് പറയുന്നുണ്ട്, എനിക്കിനി അടുത്ത തവണ വിഷു ആഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്ന് അറിയില്ല, അതുകൊണ്ടാണ് എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നിരഞ്ജൻ സാറിനോട് പറയുന്നത്. ഇനി ഞാൻ അടുത്ത തവണ വിഷുവിന് ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നിരഞ്ജന് നല്ല വിഷമാവുന്നുണ്ട്. അപ്പം നിരഞ്ജൻ പറയണ, അങ്ങനെയൊന്നും വിശാൽ കരുതണ്ട, അടുത്ത തവണയും വിശാൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിരഞ്ജൻ പോകുന്നത്. അങ്ങനെ വിശാൽ നിരഞ്ജനെയും അക്ഷരയെയും ശ്രുതിമോളെയും ആ വേഷത്തിൽ കണ്ടപ്പോൾ വിശാലിന് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ അക്ഷര ചീട്ട് എഴുതിക്കാൻ വേണ്ടി മറുഭാഗത്തേക്ക് പോവാണ്. അപ്പോഴാണ് നിരഞ്ജനും ശ്രുതിമോളും കൂടി വരുമ്പോഴാണ് വിശാലിനെ അവർ കാണുന്നത്. അപ്പോൾ വിശാലിൻ്റെ അടുത്തേക്ക് ശ്രുതിമോൾ ഓടി ചെല്ലുകയാണ്. എന്നിട്ട് നിരഞ്ജൻ വിശാലിനോട് പറയാണ്, വിശാൽ, ഒരു സംഭവം ഉണ്ടായി. അക്ഷരയും ശ്രുതിമോളും കൂടി ഒരു ഷോപ്പിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ശ്രുതിമോൾക്ക് ആദ്യമേ ഡ്രസ്സ് എടുത്തത് കൊണ്ട് ശ്രുതിമോൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അക്ഷര എടുക്കാൻ സമ്മതിച്ചില്ല. പക്ഷേ ശ്രുതിമോൾക്ക് ഇഷ്ടപ്പെട്ട ആ ഡ്രസ്സാണ് ഇത് എങ്ങനെയാണ് വിശാലിന് ശ്രുതിമോൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഡ്രസ്സ് തന്നെ കിട്ടിയത് എന്നാണ് ഒരു അത്ഭുതം തന്നെയാണ്. അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഡ്രസ്സ് തന്നെ വിശാൽ എടുത്തുകൊണ്ട് വന്നത് ഒരു വല്ലാത്ത സംഭവം തന്നെ ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് വിശാൽ? ഇതെനിക്കൊരു കോയിൻസിഡൻസ് ആയിട്ടാണ് തോന്നുന്നത് വിശാൽ. അപ്പോൾ വിശാൽ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മറുപടിയും കൊടുക്കുന്നില്ല. പിന്നീട് ഹാപ്പി വിഷു പറയുക
പറയുകയാണ് ശ്രുതിമോള് വിശാലിനോട്. അപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് അവർ പേരും കൂടി സംസാരിക്കുന്നത്. എന്നിട്ട് വിശാല് രണ്ടുപേർക്കും, ശ്രുതിമോൾക്കും നിരഞ്ജനും വിഷു കൈനീട്ടം കൊടുക്കുകയാണ്. എന്നിട്ട് വിശാല് ശ്രുതിമോളോട് ചോദിക്കുകയാണ്, ഇനി ഈ പൈസ നീ എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് അമ്മയ്ക്ക് കൊടുക്കും, ഈ പൈസ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങിച്ചു തരും എന്ന് പറയട്ടോ. അങ്ങനെ വിശാല് അക്ഷര എവിടെയെന്ന് ചോദിക്കുമ്പോൾ വഴിപാട് കൗണ്ടറിലേക്ക് പോയിരിക്കുകയാണ്. എങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള വിഷു കൈനീട്ടമാണ് എന്ന് പറഞ്ഞാണ് നിരഞ്ജന് കൈനീട്ടം കൊടുക്കുന്നത്. എന്നിട്ട് വിശാല് എനിക്ക് വേണ്ടി ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് നിരഞ്ജനോട് നന്ദി പറയുന്ന സമയത്ത്, എന്തിനാണ് എന്നോട് നന്ദിയൊക്കെ പറയുന്നത്, ഇപ്പോഴും വിശാലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, വിഷുവായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവിടെ ആഘോഷിക്കാം. അപ്പോൾ വിശാല് പറയണ, അത് വേണ്ട, അതെന്തായാലും അങ്കിളിന് ഇഷ്ടപ്പെടില്ല, വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ട. അപ്പോൾ ശ്രുതിമോൾ പറയണ, അല്ല അങ്കിളിന് മാജിക് വല്ലതും അറിയുമോ, അതെന്താ നീ അങ്ങനെ ചോദിച്ചത്, അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഡ്രസ്സ് തന്നെ അങ്കിളിന് എങ്ങനെ കിട്ടിയത്, അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അവർ മൂന്ന് പേരും സന്തോഷത്തോടു കൂടി സംസാരിച്ച ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് പ്രിയ ഒരു ഭാഗത്ത് ഇരുന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പ്രിയയ്ക്ക് നിത്യയുടെ ആത്മാവിനെ കാണുകയാണ് കേട്ടോ. സ്വപ്നമായിട്ടാണെങ്കിലും കാണുകയാണ്. അപ്പോൾ പെട്ടെന്ന് പ്രിയ കണ്ണു തുറക്കുകയാണ്. എന്നിട്ട് പ്രിയ ജനലിൻ്റെ അരികിലേക്ക് പോവുകയാണ്. എന്നിട്ട് നിത്യയെ സംസ്കരിച്ച ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴൊക്കെ പ്രിയക്ക് നിത്യ അവിടെ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ തോന്നുകയാണ്. ഈ സമയം മനോഹരൻ നിത്യ ഉണ്ടായിരുന്ന കഴിഞ്ഞ വിഷുവിനെ കുറിച്ച് ആലോചിക്കുകയാണ്. നിത്യ സുഖമില്ലാതെ ഇരുന്നിട്ട് പോലും നിത്യ മനോഹരൻ്റെ കണ്ണുപൊത്തി വിഷുക്കണി കാണിച്ചു കൊടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിഷമത്തോടു കൂടി നിത്യയെക്കുറിച്ച് മനോഹരൻ ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് പ്രിയ വരുന്നത്. പ്രിയ മനോഹരൻ്റെ തോളിൽ കൈവച്ചതോടുകൂടി പെട്ടെന്ന് മനോഹരൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, ആ മോളായിരുന്നോ, ഞാൻ നിത്യയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. കഴിഞ്ഞ വിഷുവിനൊക്കെ മോള് വിഷു ആഘോഷിക്കാൻ വേണ്ടി ഓടി നടക്കുകയായിരുന്നു, അവളായിരുന്നു എല്ലാത്തിനും മുന്നിൽ നിൽക്കുക, എൻ്റെ മോളില്ലാത്ത ആദ്യത്തെ വിഷുവല്ലേ എന്ന് പറഞ്ഞ് മനോഹരൻ പൊട്ടിക്കരയുമ്പോൾ പ്രിയ, അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ, അച്ഛൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. അപ്പോൾ മനോഹരൻ കണ്ണ് തുടച്ചുകൊണ്ട് പറയണേ, നഷ്ടപ്പെട്ടവർക്കാണ് അതിൻ്റെ വേദന അറിയുകയുള്ളൂ മോളെ, അവൾക്ക് ജോലി കിട്ടിയ ശേഷം അവൾ എനിക്ക് കൈനീട്ടമായിട്ട് 10,000 രൂപ തരണമെന്ന് പറഞ്ഞതാ. പൈസ എത്രയാണ് തരുന്നത് എന്നുള്ളതിലല്ല കാര്യമുള്ളത്, അത് മനസ്സറിഞ്ഞ് തരുന്നതിലാണ്. ഞാൻ എൻ്റെ നിത്യമോൾക്ക് എല്ലാ വിഷുവിനും ഞാൻ കൈനീട്ടമായിട്ട് 1 രൂപ നാണയമാണ് കൊടുക്കാറുള്ളത്. കൊടുക്കുന്ന തുകയിലല്ല കാര്യമുള്ളത്, മനസ്സറിഞ്ഞ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സ്നേഹവുമാണ് ഞാൻ കൊടുക്കാറുള്ളത്. മോൾക്ക് ഈ വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഈ വിഷു ആഘോഷിക്കാത്തതിൽ മോൾക്ക് വിഷമമുണ്ടോ? അങ്ങനെ ഒന്നും ഇല്ല അച്ഛാ, ഇനി ഒരു വിഷു ഈ വീട്ടിൽ ഉണ്ടാകുമോ എന്ന് അറിയില്ല മോളെ. ആദ്യം എൻ്റെ സുതിമോൻ പോയി, ഇപ്പോൾ എൻ്റെ നിത്യമോള്, ഇനി അടുത്തത് ഞാനായിരിക്കും. അന്ന് ഞാനില്ലാതാകുമ്പോൾ മോൾ എന്നെക്കുറിച്ച് ഓർക്കുമോ? അപ്പോൾ വിഷമത്തോടു കൂടി പ്രിയ പറയാണ്, ആ ഞാൻ ഓർക്കും അച്ഛ. അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് ദേവിക കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് മനോഹരൻ പറയണേ, ഈ മനോഹരൻ തോറ്റുപോയ ഒരാളാണ്, ജീവിതത്തിൽ ഒന്നും നേടിയില്ല, നേടിയതൊന്നും നിലനിർത്താനും കഴിഞ്ഞില്ല, ഇങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ വിഷമത്തോടു കൂടി മനോഹരൻ പറഞ്ഞിട്ട് അകത്ത് പോവാണ്. അപ്പോൾ പ്രിയയ്ക്ക് അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല വിഷമാവാണ്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ദേവികയ്ക്ക് നല്ല വിഷമാവാണ് കേട്ടോ. എന്നിട്ട് ദേവിക നിത്യയെക്കുറിച്ച് ഓർക്കുകയാണ്. നിത്യ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ വിഷുവിനെ കുറിച്ചും അന്ന് ആഘോഷിച്ചതിനെ കുറിച്ചൊക്കെ ദേവിക കരഞ്ഞുകൊണ്ടാണ് ആലോചിക്കുന്നത്. പിന്നീട് പാർവതിയോടും മുത്തശ്ശിയോടും ശരത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ നിത്യയുടെ സേനം ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണ്. എല്ലാ കാര്യങ്ങളും ശരത്ത് തന്നെ മുന്നിൽ നിന്ന് നടത്തണം എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, അതിനൊക്കെ ഒരുപാട് കാശാവും, പക്ഷേ എനിക്കിപ്പോൾ നിന്റെ കയ്യിലേക്ക് തരാൻ കാശൊന്നുമില്ല. അപ്പോൾ ശരത്ത് പറയണേ, അതൊന്നും വേണ്ട അമ്മേ, ഇത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്, എൻ്റെ ഭാര്യ ആവേണ്ടതാണ് നിത്യ. ആ കല്യാണം നടന്നിരുന്നെങ്കിൽ നിത്യ ഇന്ന് എൻ്റെ ഭാര്യയായി എന്നോടൊപ്പം ജീവിച്ചേനെ, എനിക്ക് യോഗമില്ലാതായി പോയി. എന്തായാലും സാരമില്ല, അടുത്ത ജന്മത്തിലും നിത്യ തന്നെയാണ് എൻ്റെ ഭാര്യയായി എന്നോടൊപ്പം ഉണ്ടാവുക, ഞാൻ നിത്യയാണ് കല്യാണം കഴിക്കുക. അമ്മ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോൾ പാർവതി പറയാണ്, യോഗമില്ലാതായത് നിനക്കല്ല മോനെ, ഞങ്ങൾക്കാണ്. നിന്നെ പോലെ ഒരു മരുമകനെ ഞങ്ങൾക്ക് കിട്ടാതെ പോയത് ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് പാർവതി കരയുമ്പോൾ മുത്തശ്ശി പറയാണ്, ഇനിയിപ്പോൾ കഴിഞ്ഞതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, ചടങ്ങുകൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഒന്നിനും ഒരു കുറവുമില്ലാതെ നടത്തണം, അതാണ് വേണ്ടത്. അപ്പോൾ പാർവതി പറയണ, ഒരുപാട് കാശാവുമെന്ന് അറിയാം, പക്ഷേ നിൻ്റെ കയ്യിലേക്ക് ഇപ്പോൾ കാശ് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ എന്നെങ്കിലും ഞാൻ ഈ കടങ്ങളൊക്കെ വീട്ടും. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എനിക്ക് നിത്യയ്ക്ക് വേണ്ടി ചിലവാക്കുന്നതിന് ഒരു കാശ് പോലും ഞാൻ നിങ്ങളോട് വാങ്ങില്ല. നിത്യയെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ മുത്തശ്ശിയും പാർവതിയും പറയാണ്, നിത്യമോള് തന്നെയാണ് നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നിത്യയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്.
പോകുന്നത്. അല്ലായിരുന്നെങ്കിൽ നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവരെല്ലാം ഇട്ടെറിഞ്ഞ് എപ്പോഴേ ഇവിടെ നിന്നും പോയേനെ. പക്ഷേ നിത്യയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിത്യയാണ് നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശരത്ത് ഇവർ പറയുന്നതിലും കാര്യമുണ്ടോ എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. പിന്നീട് അക്ഷരം വീട്ടിലേക്ക് നിരഞ്ജനെ കാണാൻ വേണ്ടി പൊന്നുമണി നല്ല ദേഷ്യത്തിൽ വരിക കേട്ടോ. എന്നിട്ട് നിരഞ്ജനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നിങ്ങളോട് ഞാൻ എന്ത് ചതിയാണ്, എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങൾ എന്നോട് എന്ത് ചതിയാണ് ചെയ്തത്? നിങ്ങൾ കാരണമാണ് എനിക്ക് ശരവണനെ കല്യാണം കഴിക്കാൻ പറ്റാതിരുന്നത്. ശരവണൻ ഒരു തെറ്റും ചെയ്യാതെ എന്തിനാണ് നിങ്ങൾ ശരവണനെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞത്? നിങ്ങൾ ഒരു ദ്രോഹിയാണ് എന്നൊക്കെ പറഞ്ഞ് നിരഞ്ജനോട് ഒരുപാട് ദേഷ്യപ്പെടട്ടെ. അപ്പോൾ അത് കേട്ടും കൊണ്ട് അക്ഷര വരികയാണ്. അപ്പോൾ അക്ഷര പറയാൻ, നിന്നോട് എന്ത് ചതിയാണ് ഞങ്ങൾ ചെയ്തത്? ശരവണനെ കല്യാണം കഴിക്കേണ്ട, അതിൽ നിന്നും രക്ഷപ്പെടുത്തിയതോ? അവന് ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നത് സത്യമല്ല എന്നാണോ നീ പറയുന്നത്? അതെ, നിങ്ങൾ പറയുന്നതെല്ലാം നുണയായിരുന്നു. ഞാൻ എല്ലാ സത്യവും അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്കും അക്ഷരയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. നിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ശരവണനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ വിശ്വസിക്കേണ്ട, ഞങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്. അപ്പോൾ പൊന്നുപറഞ്ഞ് പറയാണ്, ഇല്ല ഞാൻ വിശ്വസിക്കില്ല, നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ശരവണനെ നിങ്ങൾ പറഞ്ഞതുപോലെ ഭാര്യയും കുട്ടികളൊന്നുമില്ല, നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശരവണനെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് പറയുമ്പോൾ അക്ഷരയും നിരഞ്ജനും പറയണേ, ഈ പൊട്ടിയൊന്നുമല്ലല്ലോ, നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അപ്പോൾ അക്ഷര പറയണേ, വിധി നീ തന്നെ അനുഭവിച്ചോ, നിന്നെ ഒരുപാട് തവണ തിരുത്താൻ ഞങ്ങൾ ശ്രമിച്ചതല്ലേ, ഇനിയും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നിന്റെ വിധി നീ തന്നെ തീരുമാനിച്ചോ. അങ്ങനെ അക്ഷര പൊന്നുമണിയെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. ഇതിനെക്കുറിച്ച് ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.